ഹലോ. നമ്മളിപ്പം രാജധാനി എക്സ്പ്രസ്സിൽ ഡൽഹിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആർച്ചറിയിലായിരുന്നു. അത് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞുതരാം. അതായത് ഇതൊരു പ്രൊസീജിയറാണ്. അതായത് ഒരു മെഡിക്കൽ ടീം കാണും. അവർ നമ്മളെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റാണെന്ന് പറയും. ഇതെന്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാരാലിമ്പിയൻസ് ഇല്ലേ, ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ സ്പോർട്സിലുള്ള അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതുപോലെ നാഷണൽസിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ അവർക്ക് ഈ ക്ലാസിഫിക്കേഷൻ എന്ന പ്രൊസീജിയർ മസ്റ്റാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരയിൽ മത്സരിക്കാനും മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന ഗെയിമിനുള്ള ക്യാപ്പബിലിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറി, ഏത് കാറ്റഗറിയിൽ മത്സരിക്കണം. ഇപ്പോൾ ഇതിൽ വീൽ ചെയറിലിരിക്കുന്ന ഒരു സെക്ഷനാണ്, ഞങ്ങൾ അല്ലാതെയുള്ള കുറച്ച് പേര് വേറൊരു സെക്ഷൻ. ഇങ്ങനെ പല പല ഇതുണ്ട്. അതായത് കഴുത്തിന് താഴോട്ട് പ്രശ്നമുള്ളവർ, ലിമ്പില്ലാത്തവർ, ഇങ്ങനെ ഇവരെല്ലാം പല പല കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് കാറ്റഗറി മാറും. അപ്പം ഇതെല്ലാം നിശ്ചയിക്കുന്നതാണ് ഈ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പം ഇതിൽ നമ്മൾ ഇന്നെലിജിബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ നാഷണലിൽ പങ്കെടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ കേരളത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. ആകെ 44 പേരെങ്ങാണ്ടുണ്ട്. അതിൽ കുറേ പേരാണ് മലയാളി. ഇവിടെ ഭയങ്കര സൈലൻറ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ സൗണ്ട് എടുത്തൊന്നും സംസാരിക്കാൻ തോന്നണില്ല. എല്ലാവരും എന്താ സൈലൻറ്റ്.